എല്ലാവർക്കും DS കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിനായിട്ട് ഞാനിവിടെ കുക്കറാണ് എടുക്കുന്നത്. കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പട്ട, ഗ്രാമ്പു, ഏലക്കായ, കറുവപ്പട്ടയുടെ ഇല ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇട്ടതിന് ശേഷം 1 കഷ്ണം ഇഞ്ചി ചതച്ചതും 5 വെളുത്തുള്ളി ചതച്ചതും 1 തക്കാളിയും 1 വലിയ സവാളയുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് റോസ്റ്റായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ 1/4 കപ്പ് സോയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കഴുകിയെടുത്തതാണ് ഇത്. അതിനുശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ് ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് പൊടികളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. ഇതുപോലെ ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് 1/2 കിലോ ചിക്കനാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ട് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് 2 കപ്പ് അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം അതിട്ട് കൊടുക്കാം. ഞാനിവിടെ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വെള്ളത്തിലൊന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. കഴുകിയെടുത്ത പാടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന തോതിലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ലാസ്റ്റ് കുറച്ച് മല്ലിയില ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അതിനുശേഷം ആവിയെല്ലാം പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് തുറന്നെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 പകുതി ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കാം. റൈസ് 1 വിസിൽ വന്ന് ആവിയെല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ട്. തുറന്നു നോക്കാം. ഈ റൈസ് എല്ലാം കൂടി ഒന്ന് കുഴഞ്ഞ പരുവത്തിലാണ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു തൈര് സാലഡ് മാത്രം മതി കഴിക്കാൻ വേണ്ടി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.